മൈ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞല്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ പാർട്ട് 1 ലാസ്റ്റ് ചാപ്റ്ററാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ചാപ്റ്റർ, അതായത് ചാപ്റ്റർ 7 ആണ് ബൈസെക്ടേഴ്സ്. അപ്പോൾ ആ ചാപ്റ്ററിലെ പ്രോബ്ലംസൊക്കെയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയോ എന്താണ് ഈ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ? ബൈസെക്ടർ എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ബൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാക്കുക അല്ലേ? സെക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കഷ്ണമാക്കുക. ബൈസെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കറക്റ്റ് രണ്ട് ഈക്വൽ കഷ്ണങ്ങളാക്കി മാറ്റാം. അപ്പോൾ ബൈസെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ഈക്വൽ പാർട്ടാക്കി മാറ്റുന്നു. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസൊക്കെയാണ് നമ്മളിതിൽ ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനൊരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ? അതായത് ഇപ്പോൾ ഒരു ലൈൻ കൊടുത്തിട്ട് അതുമെന്ന് ഒരുപാട് ലൈൻസ് വരച്ചിട്ടുണ്ട്. അതിലൊരു ലൈൻ ഇങ്ങനെ നേരെ വരച്ചിട്ടുണ്ട്. പിന്നെ കുറേ ലൈൻസ് എന്താണ്, അതായത് ഈ ലൈനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, AB എന്ന് പറയുന്ന ലൈൻ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ട്, പിന്നെ ഇങ്ങോട്ട് ലൈൻ പോയിട്ടുണ്ട് അല്ലേ? അപ്പം ഇങ്ങനെ കുറേ ലൈൻസ് ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ പോയിട്ടുള്ള ലൈൻസ് ഉണ്ടല്ലോ, ഈ എല്ലാ ലൈനും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ AB എന്ന് പറയുന്ന ലൈൻ അതെന്താണ്, രണ്ട് പീസ് തുല്യ കഷ്ണങ്ങളാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്ന ലൈൻസ് ഇതൊക്കെ ബൈസെക്റ്റ് ചെയ്യാണ് ആരെ? നമ്മുടെ ABനെ. ഓക്കെ, അപ്പോൾ AB എന്ന് പറയുന്ന ലൈനിനെ ഈ ലൈൻസ് 1, 2, 3 ഈ 3 ലൈനുകൾ ഞാൻ വരച്ചിട്ടുണ്ടല്ലോ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ABനെ ഈക്വൽ കഷ്ണങ്ങളാക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ നടുക്കിലൊരു O എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ എല്ലാ ലൈൻസും ഈ ABനെ AO OB അങ്ങനെ അത് ഈക്വലാക്കി മാറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ ലൈൻ നിങ്ങൾ നോക്കി, അത് നേരെ എന്താണ്, ഈ ABക്ക് നേരെ എന്താ നേരെ വരച്ചിരിക്കുന്നത് അല്ലേ? അതായത് പെർപെൻഡിക്കുലറായിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മളൊരു ലൈന് അതിൻ്റെ നേരെ വരുന്ന ലൈൻ, ഇതിങ്ങനെ വരയ്ക്കുന്ന ലൈൻ ഇത് പെർപെൻഡിക്കുലർ അല്ലേ? അപ്പോൾ ഈ ലൈനിന് അതെന്താണ്, ഈ ഓരോ ആംഗിളും നമുക്ക് 90 ഡിഗ്രി വീതമായിരിക്കും അല്ലേ? അപ്പോൾ ഈ ലൈൻ എന്താണ്, അതിലെ രണ്ടാമത്തെ ലൈൻ എന്താണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ്. അതിൻ്റെ പേരെന്താ? പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഈ 1 എന്ന് പറയുന്ന ലൈനും 3 എന്ന് പറയുന്ന ലൈനൊക്കെ ഈ ABനെ ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്, രണ്ട് ഈക്വൽ പാർട്ടുകളാക്കുന്നുണ്ട്. പക്ഷേ 90 ഡിഗ്രി ആംഗിൾ അല്ല അവർ തമ്മിൽ. കണ്ടോ, ഈ ആംഗിളൊന്നും 90 അല്ലല്ലോ, അല്ല. പക്ഷേ ഇതെന്താണ്, ഈ രണ്ടാമത്തെ ലൈൻ ഉണ്ടല്ലോ, ഞാൻ 2 എന്ന് പേര് കൊടുത്തിരിക്കുന്ന ലൈൻ കറക്റ്റ് ഈ ABക്ക് പെർപെൻഡിക്കുലറാണ്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കുന്ന ആംഗിൾസ്, ഈ ലൈനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾസ് 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ രണ്ടാമത്തെ ലൈൻ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്നതിൽ ഈ ലൈൻ എന്തായിരിക്കും, കറക്റ്റ് ഇങ്ങനെ വരയ്ക്കുന്ന ലൈൻ ഒരെണ്ണം എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന വേറൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു, ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക, അത് AB എന്ന് ഉള്ളൊരു ലൈൻ. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കറക്റ്റ് രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്ന പോയിൻ്റ് അല്ലേ? കറക്റ്റ് നടുവിലുള്ള പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മിഡ് പോയിൻറ്റിന് നമ്മൾ M എന്ന് പേര് കൊടുത്തു. ഇനി നമ്മൾ പറയാണ് ഈ Bയിൽ നിന്ന് ഞാൻ കറക്റ്റ് ഒരു 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു ലൈൻ വരയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത് 5 സെൻറ്റിമീറ്റർ ആണ്. എവിടെ നിന്നാണ്? Bയിൽ നിന്ന്. ഓക്കെ, അതുപോലെ തന്നെ Aയിൽ നിന്നും ഞാൻ 5 സെൻറ്റിമീറ്റർ കറക്റ്റ് 5 സെൻറ്റിമീറ്റർ തന്നെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അതവിടെ ഒരേ പോയിൻറ്റിലാണ് കിട്ടുന്നത്. അതായത് ഈ ഇവിടം തൊട്ട് ഈ Bയിലേക്കുള്ള ഡിസ്റ്റൻസും ഈ Aയിൽ നിന്ന് അതുപോലെ ഈ പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസും, ഈ പോയിൻറ്റിന് ഞാൻ P എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ PB അതുപോലെ PA, ഇവിടെ PAയും PBയും ഈക്വലാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുകയാണെങ്കിൽ ഈ AB എന്ന് പറയുന്ന ലൈനിന് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുകയാണെങ്കിൽ, പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഈ മിഡ് പോയിൻറ്റിൽ കൂടെ കടന്നു പോകും. ഓക്കെ, നമ്മളിവിടെ കണ്ടതല്ലേ, അതായത് ഇതിൻ്റെ മിഡ് പോയിൻറ്റിൽ കൂടെ കടന്നു പോകുന്ന ലൈൻസാണ് ഇതിനെ ബൈസെക്റ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതിൽ രണ്ടാമത്തെ ലൈൻ എന്താണെന്ന് പറഞ്ഞു ഞാൻ, കറക്റ്റ് ഈ AB എന്ന് പറയുന്ന ലൈനിന് 90 ഡിഗ്രിയിലാണ് വരുന്നത് അല്ലേ? അതുകൊണ്ട് അതിനെ നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് വിളിച്ചു. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ AB എന്ന് പറയുന്ന ലൈനിന് നമ്മൾ A മിഡ് പോയിൻ്റ് M ആണ് അല്ലേ? Aയിൽ നിന്ന്
കറക്റ്റ് ഒരു ഡിസ്റ്റൻസ്, അതായത് 5 സെൻറ്റിമീറ്റർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഏത് വേണമെങ്കിലും എടുക്കാം, ഒരേ ഡിസ്റ്റൻസിൽ നിങ്ങൾ പോയിൻ്റ് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ലൈനിന്ന് നമ്മൾ ഈ എ ബിക്ക് ആ ലൈനല്ല, ആ പോയിന്റിൽ നിന്ന് നമ്മൾ എ ബിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതെന്താണെന്ന് പറയുന്നത്, കറക്റ്റ് ഈ മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് എവിടെ നിന്ന്, ഈ ലൈനിൻ്റെ രണ്ടറ്റത്തുള്ള പോയിന്റുകളിൽ നിന്ന് വരയ്ക്കുന്ന ഡിസ്റ്റൻസിലുള്ള ആ ഡിസ്റ്റൻസ്, അതായത് പിയിൽ നിന്ന് ബിയിലേക്കും അതുപോലെ എയിൽ നിന്ന് പിയിലേക്കും ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ എന്താണ്, അത് മിഡ് പോയിൻ്റ്. അത് പെർപെൻഡിക്കുലർ എന്താണ്, മിഡ് പോയിൻ്റിൽ കൂടെ പാസ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ഇതിന്ന് ഒരു പോയിൻ്റ് മനസ്സിലാക്കാമല്ലോ. ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം, എനി പോയിൻ്റ് on the perpendicular bisector, on the perpendicular bisector of a line is at the same distance from its endpoints. എന്താ നമ്മൾ എഴുതിയത്, ഈ പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മൾ എഴുതിയത്. അതായത് ഒരു ലൈനിൻ്റെ എൻഡ് പോയിൻറ്റ്സുകൾ, ഈ ലൈനിൻ്റെ എൻഡ് പോയിൻറ്റ്സ് ആരൊക്കെയാണ്, ഇവിടെ എയും ഇവിടെ ബിയും അല്ലേ. ഈ എനി പോയിൻ്റ് ഓൺ ദ പെർപെൻഡിക്കുലർ, അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ ഏത് പോയിൻ്റ് എടുത്താലും, ഇപ്പോൾ നമ്മൾ പി എന്ന് പറയുന്ന പോയിൻ്റാണ് എടുത്തത്, ആ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ പി എന്ന് പറയുന്ന പോയിൻ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് ഈ എ എന്ന് പറയുന്ന ഈ ലൈനിൻ്റെ എൻഡ് പോയിൻറ്റുകളായ എയിൽ നിന്നും ബിയിൽ നിന്നും ഒരേ അകലത്തിലായിരിക്കും. മനസ്സിലായല്ലോ, അതാണ് ഈ പോയിൻ്റ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലൈൻ വരയ്ക്കുകയാണ്, എന്നിട്ട് അതിൻ്റെ എ ബി അല്ലേ, മിഡ് പോയിൻ്റ്, ഇവിടെ മിഡ് പോയിൻ്റ്, അപ്പോൾ അതിൽ കൂടെ നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ വരയ്ക്കാൻ പഠിക്കും. ഇപ്പോൾ ഞാനിങ്ങനെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 90 ഡിഗ്രി വരും അല്ലേ. അപ്പോൾ ഇവിടെ ഞാനിവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ എം എന്ന് പറഞ്ഞ പോയിൻ്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ എയിൽ നിന്ന് എമ്മിലേക്കുള്ള ഡിസ്റ്റൻസും അതുപോലെ തന്നെ ബിയിൽ നിന്ന് എമ്മിലേക്കുള്ള ഈ ഡിസ്റ്റൻസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ, അതാണ് ഈ പോയിൻ്റ് പറയുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ നമുക്ക് റിവേഴ്സിൽ പറയാം. നോക്കിക്കേ, നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്, ഏതെങ്കിലും ഒരു പോയിൻ്റ് നമ്മുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു പോയിൻ്റ്, ഇതാണല്ലോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ 90 ആയിട്ട് കട്ട് ചെയ്തത്, അതിൽ കിടക്കുന്ന ഏത് പോയിൻ്റ് എടുത്താലും അവിടെ നിന്ന് ഈ എൻഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്, സെയിം ആയിരിക്കും എന്നാണ് നമ്മൾ ഇപ്പോൾ എഴുതിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറഞ്ഞൂടെ, എങ്ങനെ പറയാം, അതായത് ഒരു ലൈനിൻ്റെ എൻഡ് പോയിന്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ കിടക്കുന്ന പോയിൻ്റ് അത് കറക്റ്റ് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ വരുമെന്ന് പറഞ്ഞൂടെ, അങ്ങനെയും പറഞ്ഞൂടെ നമുക്ക്. നോക്കൂ, അതായത് എൻഡ് പോയിന്റുകളിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ നമ്മൾ എടുക്കുന്ന ഒരു പോയിൻ്റ് അത് എവിടെ കിടക്കുന്ന പറയുന്നത്, ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ കിടക്കില്ലേ. ഈ പി എന്ന് പറയുന്നത് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലല്ലേ കിടക്കുന്നത്, ഈ ലൈൻമേലല്ലേ കിടക്കുന്നത്. അങ്ങനെയും പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഇവിടെ നിന്ന് ഒരേ അകലത്തിൽ നമ്മൾ വരയ്ക്കുന്ന ആ പോയിൻ്റ് അല്ലേ, അത് എന്തായിരിക്കും, അത് പെർപെൻഡിക്കുലർ ബൈസെക്ടറും ഏത് പോയിൻ്റ് എടുത്താലും അത് എയിൽ നിന്നും, അതായത് രണ്ട് എൻഡിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിലായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇനി ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ഒരേ ഡിസ്റ്റൻസിൽ, അതായത് എൻഡ് പോയിൻ്റിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിൽ എടുത്തിട്ട് മാർക്ക് ചെയ്യുന്ന പോയിൻ്റ് അതെപ്പോഴും എന്തിൽ കിടക്കും, ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ കിടക്കും. അങ്ങനെയും പറഞ്ഞൂടെ. അപ്പോൾ ആ ഒരു പോയിൻ്റാണ് നമുക്ക് അടുത്തത് പറയാനുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് വെറുതെ ഒന്ന് റഫായിട്ട് വരച്ചിട്ട് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മളൊരു എ ബി എന്ന് പറയുന്ന ലൈൻ വരച്ചു, അതായത് നമ്മുടെ എ ബി എന്ന് പറയുന്ന ലൈൻ. അപ്പോൾ ഈ എയിൽ നിന്ന് ഞാൻ എന്താണ് ഇവിടേക്ക് ഒരു 3 സെൻറ്റിമീറ്റർ ഒരു ലൈൻ വരച്ചു, 3 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ ബിയിൽ നിന്നും എന്താണ് 3 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്കൊരു പോയിൻ്റ് കിട്ടുമല്ലോ, അതിന് ഞാൻ എം എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഈ പോയിൻ്റ് എന്തായിരിക്കും, ഇതിൻ്റെ ഈ എ ബി എന്ന് പറയുന്ന ലൈനിന് നമ്മളൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു എന്ന് വിചാരിക്കാം. ആ വരച്ച ലൈനുമേ ആയിരിക്കും ഈ പോയിൻ്റ് വന്ന് കിടക്കുക. അത് ഏത് പോയിൻ്റ് ആയാലും, അതായത് ഒരു ലൈൻ്റെ എൻഡ് പോയിന്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ നമ്മൾ വരച്ചിട്ട് കൂട്ടിമുട്ടുമ്പോൾ ഒരു പോയിൻ്റ് കിട്ടുമല്ലോ, അതെപ്പോഴും എന്തായിരിക്കും, ഈ ലൈൻ്റെ എ ബി എന്ന് പറയുന്ന ലൈൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലായിരിക്കും കിടക്കുക.
മനസ്സിലായല്ലോ? അപ്പോൾ ഈ 2 പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ലൈനിനെ എന്ത് ചെയ്യുന്നു? ഈക്വൽ പാർട്സുകളായിട്ട് കട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ലൈൻ ഡിവൈഡ് അല്ലെ, ലൈൻ വൺ ലൈൻ ഓർ അല്ലെങ്കിൽ എനി ലൈൻ വിച്ച് ഡിവൈഡ് എ ലൈൻ ഇൻ ടു 2 ഈക്വൽ പാർട്സ്. കണ്ടോ? ഏതൊരു ലൈനിനെയും 2 ഈക്വൽ കഷ്ണങ്ങളാക്കുന്ന മറ്റ് ലൈനുകളെ വിളിക്കുന്ന പേരാണ് ബൈസെക്ടേഴ്സ്. അതിൽ തന്നെ നേരെ 90 ഡിഗ്രിയിൽ കട്ട് ചെയ്യുന്ന ലൈൻസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് വിളിക്കും. അപ്പോൾ അതിൽ ഒരെണ്ണം എപ്പോഴും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. കറക്റ്റ് 90 ഡിഗ്രിയിൽ വരുന്ന ലൈൻ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലൈൻ, ഇതിലിപ്പോൾ രണ്ടാമത്തെ ലൈനാണ് അതിനെ കറക്റ്റ് 90 ഡിഗ്രിയിൽ ആംഗിളിൽ വന്ന് കട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ്. അപ്പോൾ അതാണ് ഒരു പോയിൻ്റ്. ഇനി അടുത്ത പോയിൻ്റ് എന്താ നമ്മൾ പറഞ്ഞത്? അടുത്ത പോയിൻ്റ് നമ്മൾ പറഞ്ഞത് ഒരു ലൈൻ്റെ എന്താണ് അതായത് ഒരു നമ്മുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിന് നമ്മളൊരു പോയിൻ്റ് മാർക്ക് ചെയ്യുകയാണ്. അതെപ്പോഴും എയിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസും ആ പോയിൻറ്റിക്ക് എ എന്നുള്ള ഡിസ്റ്റൻസും ബിയിലേക്കുള്ള ഡിസ്റ്റൻസും ബിയിൽ നിന്നുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മളിവിടെ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു അല്ലേ. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇവിടെ ഉണ്ട്. അതിൽ എയിൽ നിന്ന് ഞാനൊരു 4 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടും ബിയിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടും വരച്ചു. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടിയല്ലോ. അപ്പോൾ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഈ എൻഡ് പോയിൻറ്റുകളിൽ നിന്ന് സെയിം ഡിസ്റ്റൻസിലായിരിക്കും. ഓക്കെ. ഇനി അടുത്തത് പറഞ്ഞത് എന്താണ്? നമ്മൾ ഈ 3 സെൻറ്റിമീറ്റർ ഒരു പോയിൻ്റ് വരയ്ക്കുന്നു. അതായത് എൻഡ് പോയിൻറ്റുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഒരേ ഡിസ്റ്റൻസിൽ അത് 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വരച്ചു, ബിയിൽ നിന്നും 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വരച്ചു. അപ്പോൾ ഒരു പോയിന്റിൽ അത് എന്തായാലും ഒരു കൂട്ടിമുട്ടും അല്ലേ. അപ്പോൾ ആ പോയിന്റ് എന്തിലായിരിക്കും കിടക്കുക? പെർപെൻഡിക്കുലർ ബൈസെക്ടറിൻ്റെ ഈ ലൈൻമേയായിരിക്കും കിടക്കുക. അത് ഇതിൻ്റെ നേരെ റിവേഴ്സാണ്. അപ്പം ഞാൻ വേണമെങ്കിൽ അതൊന്ന് നിങ്ങൾക്ക് എഴുതാം. എനി പോയിന്റ് at the same distance from the endpoints of a line lies on its perpendicular bisector. അതായത് ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എനി പോയിൻ്റ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ്. കണ്ടോ? ഇപ്പോൾ ഈ എം എന്ന് പറയുന്ന പോയിൻ്റ് എയിൽ നിന്നും ബിയിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിൽ കിടക്കുന്ന പോയിൻ്റാണ്. അതെന്തായാലും എന്തുമേ കിടക്കുള്ളൂ? ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറുമേ കിടക്കുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഇത്രയും പോയിൻറ്റ്സാണ് നിങ്ങൾക്ക് കുറച്ച് ഇൻട്രൊഡക്ഷനിലായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് എങ്ങനെയാണ് ഒരു ലൈനിന് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാമെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ, ഇത് ഞാൻ തന്നെ ഇട്ടൊരു ക്വസ്റ്റ്യനാണ്. ഡ്രോ എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ലൈൻ ഹാവിങ് ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 5 സെൻറ്റിമീറ്റർ ലെങ്ത്ത് ഉള്ള ഒരു ലൈനിന് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവണം? അതിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ ഒരു ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഓരോ കഷ്ണം എത്ര വീതമായിരിക്കും? 5ൻ്റെ പകുതി അല്ലേ? 5ൻ്റെ പകുതി ആയിരിക്കും. എത്ര 5ൻ്റെ പകുതി? 2.5 ആയിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്കതെങ്ങനെ വരയ്ക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഏത് ലൈൻ്റെ, എത്ര സെൻറ്റിമീറ്റർ ഉള്ള ലൈൻ്റെ നമുക്ക് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്? 5 സെൻറ്റിമീറ്റർ ഉള്ള ലൈൻ്റെ. അപ്പോൾ ആദ്യം നമുക്കൊരു 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ ആദ്യം വരയ്ക്കാം. അപ്പോൾ അതേ ഞാൻ ഇവിടം വരെ എന്ത് ചെയ്തു? 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരച്ചു. ഇത് 5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ. ഇനി ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനായിട്ട് ഇപ്പോൾ ഞാനിതിന് പേര് കൊടുക്കാം. ഈ ലൈനിൻ്റെ പേര് എ ബി എന്ന് കൊടുക്കാം. ഓക്കെ. അപ്പോൾ എ ബി എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ബിയിൽ നിന്ന് കോമ്പസ് നിങ്ങൾ എടുക്കുക, ഈ ബിയുടെ പോയിന്റിൽ കുത്താം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലൈനിൻ്റെ ഫുൾ ലെങ്ത്ത് ഇത്ര വരും അല്ലേ? എ വരെ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ ലെങ്ത്ത് വരും. അത്ര വേണ്ട, പക്ഷേ പകുതിയിൽ കൂടുതൽ ലെങ്ത്ത് എടുക്കുക. ഈ ലൈനിൻ്റെ പകുതിയിൽ കൂടുതൽ, പകുതി എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ നടുക്ക് ഇവിടെ വരും അല്ലേ? അത്രയല്ല, അതിനേക്കാളും കുറച്ച് കൂടുതൽ എടുക്കുക. അപ്പോൾ ഒരു ഇവിടം വരെ. ഓക്കെ. പകുതിയിൽ കൂടുതൽ ലെങ്ത്ത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അതായത് ബി എന്ന് പറയുന്ന പോയിൻ്റിൽ നിന്നാണ് ഞാനിപ്പോൾ ആദ്യം വരയ്ക്കാൻ പോണത്. പകുതിയിൽ കൂടുതൽ ലെങ്ത്ത് ഈ ലൈനിൻ്റെ എ ബിയുടെ എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 5ൻ്റെ പകുതി 2.5 ആണെന്ന് നമുക്കറിയാം. അതിനേക്കാളും കൂടുതലായിട്ട് ഉള്ള ലെങ്ത്ത് കറക്റ്റ് വേണമെന്നില്ല, നിങ്ങൾക്ക് അതിനേക്കാളും പകുതിയേക്കാളും കൂടുതലായാൽ മതി. ഇതിപ്പോൾ ഇവിടെ ആവാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ആണെങ്കിൽ ഇവിടം വരെ ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇവിടം വരെ ആയാലും കുഴപ്പമില്ല. ഓക്കെ. പകുതിയിൽക്ക് കൂടുതൽ ലെങ്ത്ത് എടുത്തിട്ട്
നമ്മൾ എന്ത് ചെയ്യുക, ആ ബിയിൽ എന്ന് പറയുന്ന പോയിന്റിൽ കോമ്പസ് കുത്തി വയ്ക്കുക. എന്നിട്ട് മുകളിലേക്ക് ഒരു ആർക്ക് കൊടുക്കുക, അതുപോലെ തന്നെ താഴത്തേക്കും ഒരു ആർക്ക് കൊടുക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഈ ലൈനിൻ്റെ പകുതിയേക്കാൾ കൂടുതൽ ലെങ്ത് എടുക്കുക, മുകളിലേക്ക് ഒരു ആർക്ക് വരയ്ക്കുക, താഴത്തേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. അടുത്തത് ഈ ലെങ്ത്ത് മാറ്റണ്ട, ഇതേ ലെങ്ത്ത് തന്നെ യൂസ് ചെയ്ത് ഇനി ഈ എയുടെ അവിടെ നിന്ന്, അപ്പോൾ നമ്മൾ ബിയിൽ കുത്തിയിട്ടല്ലേ വരച്ചത്, ഇനി എയിൽ കുത്തിയിട്ട് വരയ്ക്കാം. അപ്പോൾ എന്ന് കുത്തുക, അതുപോലെ മുകളിലും ഒരു ആർക്ക് കൊടുക്കുക, താഴേക്കും ഒരു ആർക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഇവിടെ 2 ആർക്കുകൾ മീറ്റ് ചെയ്തു ഒരു പോയിൻറ്റ്സിൽ അല്ലേ. അപ്പോൾ ആ പോയിൻറ്റുകൾ നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ ആ 2 പോയിൻറ്റുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്യിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. എന്ന് വെച്ചാൽ കറക്റ്റ് ഇത് എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഈ എ ബി എന്ന് പറയുന്ന ലൈനിനെ ഇവിടെ ഈ ഭാഗത്ത് 2.5 സെൻറ്റിമീറ്ററും ഈ ഭാഗത്ത് അതിനെ 2.5 സെൻറ്റിമീറ്ററും ആയിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഇനി നമുക്ക് അപ്പം ഈസിയാണ്. ഇനി മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് റിവേഴ്സ് പോയിട്ട് ബാക്ക് അടിച്ചിട്ട് കണ്ടാൽ മതി കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇനിയൊരു പ്രോബ്ലം തന്നിരിക്കുന്നത് ഡ്രോ എ സ്ക്വയർ ഓഫ് സൈഡ് 3.25 സെൻറ്റിമീറ്റർ. എന്താ അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നമുക്കൊരു സ്ക്വയർ വരയ്ക്കണം. സ്ക്വയർ നമുക്കറിയാലോ, റഫായിട്ട് വരയ്ക്കാം ഞാനിവിടെ. അതായത് 4 സൈഡും ഈക്വൽ ആയതിനെയാണ് നമ്മൾ സ്ക്വയർ എന്ന് പറയുക അല്ലേ. അവർ പറയാം ഒരു സൈഡ്, ഇതിൻ്റെ ഒരു സൈഡ് 3.25 വരണം. അപ്പോൾ ഒരു സൈഡ് 3.25 ആണെങ്കിൽ എല്ലാ സൈഡുകളും എന്തായിരിക്കും, 3.25 തന്നെയായിരിക്കും അല്ലേ. നമുക്കറിയാം സ്ക്വയറിൻ്റെ എല്ലാ സൈഡുകളും ഈക്വലാണ്. അങ്ങനെ കിട്ടി. ഇപ്പോൾ നമ്മൾ റഫായിട്ട് ഇത് വരച്ചു. ഇനി ഇതെങ്ങനെ വരയ്ക്കും നോക്കിയേ. 3.25 നമ്മുടെ സ്കെയിലിൽ ഈ 3.25 നമുക്ക് എടുക്കാൻ പറ്റുമോ? ഈ 0.25 നമുക്ക് സ്കെയിൽ എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മളെപ്പോഴും 0.5 എടുക്കാറുള്ളൂ, അര അല്ലേ. 3, 3.5, 4, 4.5 അര വെച്ചേ എടുക്കാൻ പറ്റുള്ളൂ. ഈ 0.25 നമുക്കൊരിക്കലും നമ്മുടെ സ്കെയിലിൽ മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സ്കെയിലിൽ നോക്കിക്കേ, ഇതാ ഇവിടെ എന്താ, ഇവിടെ നിന്ന് 1ൻ്റെ ഇടയിൽ അരയേ ഉള്ളൂ അല്ലേ. അതുപോലെ 2ൻ്റെയും 3ൻ്റെ ഇടയിൽ അരയെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഈ ലൈനിൽ എവിടെയെങ്കിലും 2.25 അങ്ങനെ റഫായിട്ട് നമുക്ക് എടുത്ത് വരയ്ക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഈ 3.25 വരയ്ക്കാം? അപ്പോൾ നമുക്കൊരു ഐഡിയ ചെയ്യാം. ഈ 3.25 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഡബിൾ എടുക്കാം. ഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻറ്റു 2 ചെയ്യാം. അല്ലെങ്കിൽ 3.2 എന്ന് പറഞ്ഞാൽ അതിനെ 2 വട്ടം ആഡ് ചെയ്താലും മതി അല്ലേ. 3.25നെ 2 വട്ടം ആഡ് ചെയ്ത് ഡബിൾ എടുക്കുന്നു നമ്മൾ. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0. ഇവിടെ നമുക്കത് 5 കിട്ടും. ഇവിടെ 3, 3, 6, 3, 7. അപ്പോൾ നമുക്ക് കിട്ടി 7.50, അതായത് 7.5 അല്ലേ. 7.50 എന്ന് പറഞ്ഞാൽ 7.5 അല്ലേ. അതായത് 7.5 എന്ന് കിട്ടി അല്ലേ. അതായത് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റാത്ത ലെങ്ത്ത് 0.25 അങ്ങനെയൊക്കെയാണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഡബിൾ എടുക്കുക. ഡബിൾ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2 ചെയ്യുക, അല്ലെങ്കിൽ അതിനെ 2 വട്ടം ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുമല്ലോ, ഒരു വാല്യൂ കിട്ടുമല്ലോ. ഇവിടെ നമുക്ക് കിട്ടിയത് എത്രയാണ്, 7.5 എന്ന് കിട്ടി. ആ ലൈൻ എടുത്തിട്ട് അതിനെ പകുതി മുറിച്ചാൽ നമുക്ക് ഈ ലെങ്ത് അല്ലേ കിട്ടുക. അപ്പോൾ നോക്കിയേ, ഞാനിവിടെ റഫായിട്ട് വരയ്ക്കാം. 7.5 ഞാനിവിടെ എടുത്തു, 7.5 എടുത്തു. അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ ഈ 2 പീസുകൾ, ഈ എ ബി എന്ന് പറയുന്ന ലൈൻ 2 പീസും എന്താവും, ഈ 7.5 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ഇവിടെ 3.25ഉം ഇവിടെ 3.25 ആവുമല്ലോ. പിന്നെ നമുക്ക് ഈ ഒരു ലെങ്ത് മെഷർ നമ്മുടെ കോമ്പസിൽ മെഷർ ചെയ്ത് വരച്ചുകൂടെ ഈസി ആയിട്ട്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഡബിൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലെങ്ത് എത്രയാണ്, 7.5. അപ്പോൾ ഞാൻ 7.5 സെൻറ്റിമീറ്റർ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ 7.5 എവിടെയാണെന്ന് നോക്കൂ, ഇതാ ഇവിടെ നിന്ന് ഇവിടം വരെയാണ് എന്ത്, 7.5. അപ്പോൾ ഞാൻ 7.5 എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മളോട് വരയ്ക്കാൻ വന്ന ഒരു സൈഡ് 3.25 ആണ്. പക്ഷെ നമുക്കത് സ്കെയിൽ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഡബിൾ എടുത്തിട്ട് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ പകുതി നമുക്ക് 3.25 ആയിട്ട് കിട്ടും. അതാണ് നമ്മുടെ ഒരു ഐഡിയ വരയ്ക്കാനുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ നമ്മൾ എ ബി എന്ന് പറയുന്ന ലൈൻ നമ്മൾ 7.5 വരച്ചെടുത്തു. ഇനി ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിവിടെ വരച്ച് കാണിച്ചില്ലേ ഞാൻ നേരത്തെ, അതുപോലെ വരയ്ക്കാം. അതായത് കോമ്പസിൽ 7.5യുടെ പകുതിയേക്കാൾ കൂടുതൽ നീളം എടുക്കുക. എന്ന് വെച്ചാൽ പകുതി ഇവിടം വരെ വരും, അതിനേക്കാളും കുറച്ച് കൂടുതൽ നീളം എടുക്കുക. ഓക്കെ, കുറച്ച് കൂടുതൽ നീളം നമ്മൾ കോമ്പസിൽ പകുതിയേക്കാൾ കൂടുതൽ, അതായത് എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ പകുതി ലെങ്ത്തിനേക്കാൾ കൂടുതൽ ലെങ്ത്ത് എടുക്കുക.
പകുതി എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരിക. അതിനേക്കാളും കുറച്ച് കൂടുതൽ നമ്മൾ കോമ്പസിൽ മെഷർ ചെയ്തെടുക്കുക. അതുപോലെ റഫായിട്ട് എടുക്കുക. എന്നിട്ട് മുകളിലേക്ക് ഒരു ആർക്ക് കൊടുക്കുക, അതുപോലെ താഴേക്കും ഒരു ആർക്ക് കൊടുക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി എന്താ നമ്മൾ ചെയ്ത ഇതേ ലെങ്ത്ത് ഇത് മാറ്റണ്ട, എയിൽ കുത്തുക, അതുപോലെ ഇങ്ങോട്ട് മുകളിലേക്കും ഇങ്ങോട്ട് താഴേക്കും വരയ്ക്കാം. ഇപ്പോൾ നോക്കിയേ, 2 പോയിൻറ്റുകൾ നമുക്ക് കിട്ടിയില്ലേ? ഈ 2 ആർക്കുകൾ മീറ്റ് ചെയ്തപ്പോൾ നമുക്ക് 2 പോയിൻ്റ് കിട്ടി അല്ലേ? ഇനി ആ 2 പോയിൻ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഈ എ ബി എന്ന് പറയുന്ന ലെങ്ത്തിനെ കറക്റ്റ് 2 ഈക്വൽ കഷ്ണങ്ങളാക്കി മാറ്റി, ഈക്വൽ പീസസ്. അപ്പോൾ അതിൽ ഓരോന്നിൻ്റെയും ലെങ്ത്ത് എന്തായിരിക്കും? 3.25 ആയിരിക്കും. ഇതും എന്തായിരിക്കും? 3.25 ആയിരിക്കും. മനസ്സിലായോ? ഇനി എന്ത് ചെയ്താൽ മതി? ഈ ഒരു ലെങ്ത്ത് നമ്മൾ നമ്മുടെ കോമ്പസിൽ എടുക്കാം. ഓക്കെ, ഇതല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ ലെങ്ത്ത് ഇങ്ങോട്ട്, അതായത് ഇതാണല്ലോ മിഡ് പോയിൻ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് സ്ക്വയർ വരച്ചെടുക്കാം. വേണമെങ്കിൽ ഈ സൈഡിൽ നിന്ന് വരയ്ക്കാം, അല്ലെങ്കിൽ ഇത് വരയ്ക്കാം. അപ്പോൾ ഈ 3.5ൻ്റെ ഇവിടെ നിന്ന് ഞാൻ സ്ക്വയർ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഒരു കഷ്ണം നമുക്കിവിടെ കിട്ടി 3.25. ഇനി അത് നമ്മൾ കോമ്പസിലെടുക്കാം, കാരണം അപ്പോൾ ഇത് കറക്റ്റ് 3.25 തന്നെയായിരിക്കും. ഇനി അതെടുത്തിട്ട് ഈ മിഡ് പോയിൻറ്റിൽ കുത്തിയിട്ട് മുകളിലേക്ക് നമ്മൾ 3.25 മാർക്ക് ചെയ്യുക ഈ ലൈൻമേ. അപ്പോൾ കറക്റ്റ് ഇവിടെയാണ് എന്ത് വരിക? ഇത്രയും ലെങ്ത്ത് നമുക്ക് 3.25 എന്ന് കിട്ടും അല്ലേ? ഈ ലെങ്ത്തും നമുക്ക് 3.25 എന്ന് കിട്ടും. അതായത് ഞാൻ ഇവിടെ പേര് കൊടുക്കുകയാണെങ്കിൽ ഞാനിവിടെ പി എന്ന് കൊടുക്കാം. അതായത് ഇവിടെ മിഡ് പോയിൻ്റ് ഒ ആണെങ്കിൽ ഒന്ന് പി വരെ നമുക്ക് എന്ത് കിട്ടി? 3.25 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇനി ഇവിടെ നിന്നും നമ്മൾ ഈ ലെങ്ത്ത് തന്നെ 3.25 അല്ലേ, അത് മുകളിലേക്കും നമ്മൾ മാർക്ക് ചെയ്യുക, ഒരു ആർക്ക് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കിട്ടിയ പി എന്ന് പറയുന്ന പോയിൻ്റ് ഇല്ലേ, അവിടെ നിന്നും വരയ്ക്കാം. അപ്പോൾ നോക്കിയേ, കറക്റ്റ് മുട്ടുന്ന സ്ഥലം എന്തായിരിക്കും? കറക്റ്റ് ഇതും 3.25 തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ അത് യോജിപ്പിക്കുക, കറക്റ്റ് നേരെ തന്നെ വെച്ച് യോജിപ്പിക്കുക. 3.25. ഇനി അടിയിലേക്ക് അല്ലേ, ഈ പോയിന്റിൽ ഞാൻ ക്യൂ എന്ന് കൊടുക്കാം. ഈ ക്യൂന്ന് താഴേക്ക് പി നമ്മുടെ ബിയിലേക്കും യോജിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലെങ്ത്തും 3.25 എന്ന് കിട്ടും, ഇതും 3.25 എന്ന് കിട്ടും. ഇത് നമുക്ക് ഓൾറെഡി 3.25 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കിട്ടിയത് എന്താണ്? ഒ ബി ക്യു പി അല്ലേ, പി ക്യു ബി ഒ, പി ക്യു ബി ഒ. ഈ എന്ത് കിട്ടി? നമുക്ക് ഈ സ്ക്വയർ കിട്ടി. അതായത് എല്ലാ സൈഡും 3.25 ആണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 3.25 എന്ന് പറയുന്ന ഒരു മെഷർമെൻറ്റ് നമുക്ക് സ്കെയിലിൽ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഡബിൾ എടുക്കും. ഡബിൾ എടുത്തിട്ട് അപ്പോൾ 7.5 വെച്ച് നമ്മൾ എ ബി വരയ്ക്കും. അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കും. അത് പകുതിയെ കൂടുതൽ നീളം എടുത്തിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ ഞാൻ പറഞ്ഞില്ല, അതുപോലെ വരയ്ക്കാം. അങ്ങനെ വരച്ചാൽ കറക്റ്റ് നമുക്ക് ഇതിൻ്റെ മിഡ് പോയിൻ്റ് കിട്ടും. അപ്പോൾ ഈ കഷ്ണം 3.25 ആയിരിക്കും, ഇതും 3.25 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് നമുക്ക് കോമ്പസിലെടുത്തിട്ട് ഇങ്ങോട്ടും അവിടെ നിന്ന് ഈ 2 പോയിൻറ്റുകൾ ഇങ്ങോട്ടും വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എല്ലാ ലെങ്ത്തും 3.25 കിട്ടും. ഇത് വരയ്ക്കുന്നത് മനസ്സിലായി? 3.25 ഇവിടെ കിട്ടുമല്ലോ, അത് കോമ്പസിൽ ഇങ്ങനെ എടുക്കുക 3.25. എന്നിട്ട് ഈ ഇവിടെ കുത്തിയിട്ട് മുകളിലേക്ക് വരയ്ക്കുക, ഈ ലൈൻമേക്ക് പഠിക്കുക. അപ്പോൾ ആ ലെങ്ത്ത് 3.25 ആവും. ഇനി ഇവിടെ നിന്നും മുകളിലേക്ക് ഒരു ആർക്ക് കൊടുക്കുക. പിന്നെ ഇപ്പോൾ കിട്ടിയ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും ആർക്ക് വരയ്ക്കുമ്പോൾ അത് കൂട്ടിമുട്ടുന്ന പോയിന്റ് വെച്ച് ഇവിടെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ സൈഡും എന്ത് കിട്ടും? 3.25 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് അവർ ചോദിച്ചിരിക്കുന്ന ഈ സ്ക്വയർ നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണിത് വരയ്ക്കുക. സിമ്പിളല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് വരച്ച് നോക്കുക കേട്ടോ, എല്ലാവരും വരച്ച് നോക്കുക. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്കിത് വരയ്ക്കാനായിട്ട് പറ്റും. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 107 അതിൽ കൊടുത്തിരിക്കുന്ന ഈ 2 പ്രോബ്ലംസാണ്. അപ്പോൾ നമുക്ക് ഈ 2 പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യത്തെ പ്രോബ്ലം അതിൽ പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ ഫിഗേഴ്സ് ബിലോ യൂസിങ് ഓൺലി റൂളർ ആൻഡ് കോമ്പസ്. റൂളർ എന്ന് പറഞ്ഞാൽ സ്കെയില്, പിന്നെ കോമ്പസ് നിങ്ങളുടെ കോമ്പസും യൂസ് ചെയ്ത് മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ ഈ ഫിഗേഴ്സ്. അതിൽ ഒന്നാമത്തെ പ്രോബ്ലം നമുക്ക് തന്നിരിക്കുന്നത് സ്ക്വയർ ഓഫ് സൈഡ്സ് 4 1/4 സെൻറ്റിമീറ്റർ. ഈ 4 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4/4 അല്ലേ? 4/4 എന്ന് പറഞ്ഞാൽ 4.25 അല്ലേ നമ്മൾ ഡെസിമലിൽ എഴുതുമ്പോൾ? ഇത് ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ, ഇത് ഡെസിമലിൽ എഴുതുമ്പോൾ. ഈ 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആണ്. 1/2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ എന്താണ് 1/2? അതായത് ഫോർ എക്സാമ്പിൾ 4.5 അതിനെങ്ങനെ എഴുതുക നമ്മൾ? 4.5. 0.5 എന്ന് പറയുന്നത് അര. 4 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എഴുതാൻ പറ്റുന്നത് 4.25. ഓക്കെ, ഇനി 4.25 എന്ന് പറഞ്ഞാലോ 3/4 നമ്മൾ എഴുതാറുണ്ട് അല്ലേ? എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4.75.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം. കാരണം പ്രോബ്ലത്തിൽ നമുക്ക് ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക് ഈ 1/4 കാലം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഈ 0.25 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും അല്ലേ. അപ്പോൾ ഇതാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് ചെയ്ത അതേ പ്രോബ്ലം പോലെ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. സ്ക്വയറാണ് വരയ്ക്കേണ്ടത്. അതായത് ഒരു സ്ക്വയർ, അതായത് 4 സൈഡും ഈക്വലായിട്ടുള്ള ഇതിനാണ് നമ്മൾ സ്ക്വയർ എന്ന് പറയാം അല്ലേ. അതിൻ്റെ ഓരോ സൈഡും എത്രയെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്? 4.25 വെച്ച് നമുക്ക് വരയ്ക്കണം. ഇതെല്ലാം 4.25 ആണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ 4.25 നമ്മുടെ സ്കെയിലുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 4.25നെ ഇൻറ്റു 2 ചെയ്യും. അതിൻ്റെ ഡബിൾ എടുക്കും അല്ലേ. എന്താ അതിൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 4.25നെ 4.25 രണ്ട് വട്ടം ആഡ് ചെയ്താൽ മതി. അതാണല്ലോ ഇൻറ്റു 2 എന്ന് പറഞ്ഞാലും. അപ്പോൾ 0, ഇവിടെ 5, ഇവിടെ 8, അതായത് 8.5 എന്ന് കിട്ടും നമുക്ക്. അതായത് 8.5 സെൻറ്റിമീറ്റർ. ഇനി 8.5 സെൻറ്റിമീറ്റർ വരച്ചിട്ട് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട് നേരത്തെ ചെയ്ത തൊട്ട് മുമ്പ് ചെയ്ത അതേ പ്രോബ്ലം പോലെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 8.5 ലൈൻ വരയ്ക്കണം. ഓക്കെ, എത്ര വരയ്ക്കുക? 8.5. ഞാനിവിടെ നിന്ന് 8.5 വരച്ചു. അപ്പോൾ AB എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 8.5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക അല്ലേ. ഇതിനെ പകുതിയാക്കുക. അപ്പോഴല്ലേ നമുക്ക് പകുതിയാക്കുമ്പോഴല്ലേ ഈ 4.25 കിട്ടുള്ളൂ. അപ്പോൾ പകുതിയാക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഇതിൻ്റെ പകുതിയിൽ കൂടുതൽ, പകുതി എന്ന് പറഞ്ഞാൽ ഇത്ര, അതിനേക്കാളും കുറച്ച് കൂടുതൽ ലെങ്ത്ത് നമ്മൾ എടുക്കുക കോമ്പസിൽ. എന്നിട്ട് മുകളിലേക്ക് ഒരു ആർക്ക് കൊടുക്കുക, താഴത്തേക്ക് ഒരു ആർക്ക് കൊടുക്കുക. ഈ സെയിം ലെങ്ത്ത് തന്നെ, ഇത് കോമ്പസിലെ ലെങ്ത്ത് മാറ്റണ്ട. എ നിന്നും ഇതുപോലെ മുകളിലേക്ക് ഒരു ആർക്ക് കൊടുക്കുക, താഴേക്കും ഒരു ആർക്ക് കൊടുക്കുക. മനസ്സിലായല്ലോ? ഇനി ഈ 2 പോയിൻറ്റുകൾ, ഈ 2 ആർക്ക് കൂട്ടിമുട്ടിയില്ലേ ഇവിടെ, ആ പോയിൻറ്റുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക? യോജിപ്പിച്ച് വരയ്ക്കാം. ഓക്കെ, യോജിപ്പിച്ച് വരയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? AB-യുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചപ്പോൾ ഈ AB-നെ, ഈ പോയിൻറ്റിനെ നമുക്ക് O എന്ന് കൊടുക്കാം. AO എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4.25 ആയിരിക്കും. ഇവിടുന്ന് O തൊട്ട് B വരെയും സെയിം ലെങ്ത് തന്നെയായിരിക്കും. കാരണം പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആ ലൈൻ ഈക്വലായിട്ട് കട്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ കിട്ടി. ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത് ഇവിടെ കിട്ടിയല്ലോ, 4.25. ഇനി അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ കോമ്പസിൽ ഇങ്ങനെ എടുക്കുക. അതായത് ഈ 0യിലും ഈ B-യിലും കുത്താം. അപ്പോൾ നമുക്ക് ഈ ലെങ്ത് എത്രയായിരിക്കും? ഈ കോമ്പസിലുള്ള ലെങ്ത് എത്രയായിരിക്കും? ഈ 4.25 ആയിരിക്കും അല്ലേ. ഇനി അതിനെന്ത് ചെയ്താൽ മതി? ഈ B-യിൽ കുത്തിയിട്ട് മുകളിലേക്ക് ഒരു ആർക്ക് കൊടുക്കുക, O-യിൽ കുത്തിയിട്ട് മുകളിലേക്ക് ഒരു ആർക്ക് കൊടുക്കുക. അപ്പോൾ O-യിൽ കുത്തി വരച്ചപ്പോൾ നമുക്കിവിടെ ഇത് ഈ ലൈൻമ പെർപെൻഡിക്കുലർ ലൈൻമ ജോയിൻ ചെയ്തില്ലേ, അത് നമുക്കൊരു പോയിൻ്റായിട്ട് എടുക്കാം, P-ന്ന് എടുക്കാം. ഇനി ആ പോയിൻറ്റിൽ നിന്ന്, അത് കാരണം എന്താണ്? ആ പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് 4.25 ആയിരിക്കും അല്ലേ. കാരണം നമ്മൾ ഈ കോമ്പസിൽ 4.25 ആണ് എടുത്തേക്കുന്നത്. ഇനി പുതിയ കിട്ടിയ പോയിൻറ്റും ഇങ്ങോട്ടൊരു ആർക്ക് കൊടുക്കാം. അപ്പോൾ എന്തായി? ഇപ്പോൾ നമുക്ക് കിട്ടിയ പോയിൻറ്റിനെ Q എന്ന് കൊടുക്കാം. ഇനി എന്ത് ചെയ്താൽ മതി? ഈ പോയിൻറ്റുകളൊക്കെ യോജിപ്പിച്ചാൽ മതി. അതായത് ഇതാ Pയും Qവും തമ്മിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ യോജിപ്പിക്കുക. ഇനി ഈ Qവും Bയും തമ്മിൽ യോജിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് കറക്റ്റ് പെർപെൻഡിക്കുലർ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. അങ്ങനെ വരച്ചാലും നിങ്ങൾ പെർപെൻഡിക്കുലർ ലൈൻ മുകളിലേക്ക് എടുത്ത് അത് കറക്റ്റ് ഈ ലെങ്ത്തിൽ. പക്ഷേ ഇത് നമുക്ക് യൂസ് ചെയ്യേണ്ട, നമ്മളോട് കോമ്പസ് മാത്രമേ യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, ഈ ലെങ്ത്ത് നമുക്കിവിടെ പകുതി കിട്ടുമല്ലോ. അതിനെ നമ്മൾ B-യിൽ കുത്തിയിട്ട് മുകളിലേക്ക് ഒരു ആർക്ക് കൊടുക്കുക, O-യിൽ കുത്തിയിട്ട് മുകളിലേക്ക് കൊടുക്കുക. അപ്പോൾ ഈ O എന്ന് വരയ്ക്കുന്ന ഇത് ഇവിടെ P-യിൽ മീറ്റ് ചെയ്യുന്ന ആ പോയിൻറ്റിനെ നമുക്ക് എടുക്കാം. അതുപോലെ P-ന്ന് ഇങ്ങോട്ടൊരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ നമ്മൾ B-ന്ന് വരച്ച ആർക്കുമായിട്ട് P-ന്ന് വരയ്ക്കുന്ന ആർക്ക് കൂട്ടിമുട്ടും. ആ പോയിൻറ്റ് തമ്മിൽ 4ഉം കൂടെ ജോയിൻ ചെയ്ത്, എല്ലാ പോയിൻറ്റ്സും നമ്മളിങ്ങനെ ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്ക്വയർ കിട്ടും. മനസ്സിലായില്ലേ? O-ന്ന് B-യിൽ മെഷർ ചെയ്ത ലെങ്ത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കുന്നു, O-ന്ന് ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കുന്നു. അപ്പോൾ ഈ നമ്മൾ വരച്ച ഈ ലൈൻമ കൂട്ടിമുട്ടുന്ന ആ പോയിൻറ്റ് നമ്മൾ എടുക്കാം. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടൊരു ആർക്ക് വരയ്ക്കുമ്പോൾ ഇവിടുത്തെ പോയിൻറ്റും നമുക്ക് എടുക്കാം. അങ്ങനെ PQBO എന്ന് പറയുന്നൊരു സ്ക്വയർ നമുക്ക് കിട്ടും. അതിൻ്റെ ഓരോ സൈഡും എന്തായിരിക്കും? 4.25 ഇതായിരിക്കും. ഇതൊക്കെ 4.25 ആണ്. അപ്പോൾ ഇതാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ സ്ക്വയർ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ സൈഡിലും വരയ്ക്കാം, താഴത്തേക്കും വരയ്ക്കാം, പ്രശ്നമൊന്നുമില്ല. നമുക്കെപ്പോഴും ഈ റൈറ്റ് സൈഡ് വരയ്ക്കാനായിട്ട് തോന്നുമല്ലോ, അതുകൊണ്ട് ഞാൻ റൈറ്റ് സൈഡിൽ വരച്ചെന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഈ സൈഡിൽ വരയ്ക്കണമെങ്കിൽ സെയിം കാര്യം ഇപ്പുറത്തോട്ട് ചെയ്താൽ മതി. ഇങ്ങോട്ട് വരയ്ക്കുക, ഈ P തന്നെയാണ് വരിക, ഇതിനെ ഇങ്ങോട്ട് വരച്ചാൽ മതി. A-ന്ന് ഇങ്ങോട്ടും P-ന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്ത് 4.5ൽ
വരച്ചാൽ നമുക്ക് ഈ സൈഡിലേക്ക് വരയ്ക്കാനും പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലത്തിൻ്റെ ആൻസർ. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത നമ്മൾ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് റെക്റ്റാങ്കിൾ ഓഫ് സൈഡ്സ് 5 1/4 സെൻറ്റിമീറ്റർ ആൻഡ് 3 1/4 സെൻറ്റിമീറ്റർ. അതായത് ഒരു റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിൾ നമുക്കറിയാം അല്ലേ, ഇങ്ങനെയായിരിക്കും അല്ലേ. അതിൻ്റെ ഈ രണ്ട് സൈഡ് എത്രയായിരിക്കും? അതാണ് 5 കാലെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു 0.25 ആണെന്ന്. അപ്പോൾ അത് ഈ 5.25 എന്ന് ഉദ്ദേശിക്കുന്നത് 5.25 അതുപോലെ 3.25 എന്ന് പറയുന്നത് 3.25 അല്ലേ. അപ്പോൾ ഈ രണ്ട് ലെങ്ത്ത് 5.25, സൈഡിലത്തെ ഇത് രണ്ടും ഈക്വൽ അല്ലേ, 3.25. അതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടത്. പക്ഷേ ഇവിടെയും നമുക്ക് എന്താണ് 5.25 നമ്മുടെ സ്കെയിലിൽ എടുക്കാൻ പറ്റില്ല, 3.25 എടുക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമുക്കൊരു ഐഡിയയിൽ ഇത് വരയ്ക്കണം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ 5.25ൻ്റെ ഡബിള് നോക്കാം. ഇനി നമ്മൾ ഡബിള് പ്ലസ് ചെയ്യാൻ നിൽക്കണോ? നിങ്ങൾക്ക് അറിയില്ലേ ഇനി അത് എന്താ ഡബിൾ എന്ന് അറിയില്ലേ. അപ്പോൾ ഞാൻ നേരിട്ട് എഴുതാൻ പോവാണ്. അപ്പോൾ 5ൻ്റെ ഡബിൾ 10.5 എന്ന് വരും. ഇനി സംശയമുള്ളവർക്ക് വേണമെങ്കിൽ 5.25നെ 2 വട്ടം ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡബിൾ കിട്ടും അല്ലേ. ഇവിടെ 5 ആവും, ഇവിടെയോ 10 ആവും അല്ലേ. അപ്പോൾ 10.5 എന്നാണ് നമുക്ക് കിട്ടുക. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ നീട്ടി ഇതിൻ്റെയും ഡബിൾ കണ്ടുവയ്ക്കുക. അതായത് 3 1/4. 3 1/4ൻ്റെ ഡബിൾ എത്രയാണ്? 3 1/4ൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡബിൾ നമുക്കിവിടെ ആക്ച്വലി കാണേണ്ട ആവശ്യമില്ല. നമുക്കിത് വരയ്ക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് നമുക്ക് ഈ 3.25നെ വരച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ തൽക്കാലം ഇതിൻ്റെ മാത്രം ഡബിൾ കണ്ടുപിടിച്ച് വരച്ചാൽ മതി. അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, 10.5 വരയ്ക്കാം. 10.5 സെൻറ്റിമീറ്റർ വരയ്ക്കാം. അപ്പോൾ ഞാൻ 10.5, ഇതാണ് 10.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാൻ AB എന്ന് പേര് കൊടുത്തു. ഇനി ഇതിൻ്റെ എന്ത് വരയ്ക്കുക, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക, പകുതിയാക്കുക. അപ്പോഴാണ് നമുക്ക് 5.25 കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനായിട്ട് ഇതിൻ്റെ പകുതിയേക്കാൾ കൂടുതൽ നീളം നിങ്ങൾ കോമ്പസിൽ മെഷർ ചെയ്തെടുക്കുക. ഇതേ പകുതിയേക്കാൾ കൂടുതൽ ഞാൻ ഏകദേശം ഇവിടെ വരെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകളിലേക്ക് ഒരു ആർക്ക് കൊടുക്കുക, താഴത്തേക്കും ഒരു ആർക്ക് കൊടുക്കുക. ഓക്കെ, മുകളിലേക്കും താഴത്തേക്കും ആർക്ക് കൊടുത്തു. ഇനി ഇതേ ലെങ്ത് തന്നെ മാറ്റാതെ എന്ന് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ മുകളിലേക്ക് ഒരു ആർക്ക് വരയ്ക്കുക, അതുപോലെ തന്നെ താഴത്തേക്കും ഒരു ആർക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, മുകളിലേക്കും താഴത്തേക്കും വരച്ചപ്പോൾ ഇവിടെ കൂട്ടിമുട്ടി അല്ലേ, കാണാമല്ലേ നിങ്ങൾക്ക്. ഇവിടെയും മുട്ടിയിട്ടുണ്ട്, ഞാൻ എഴുതിയമയാണ് അത് വന്നത്, സോറി. അപ്പോൾ ഇവിടെയും കൂട്ടിമുട്ടി. ഇനി ഇത് രണ്ടും നമ്മൾ ജോയിൻ ചെയ്യുക അല്ലേ, ഈ 2 പോയിൻറ്റ്. അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ നേരത്തെ 2 പ്രോബ്ലത്തിലും വരച്ചതാണ്, അതുകൊണ്ട് അവിടെ ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ AB എന്ന് പറയുന്ന ലൈന് ഈ O എന്ന് പറയുന്ന ഈ മിഡ് പോയിൻറ്റിന് O എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ AO എത്രയായിട്ടുണ്ടാവും? 5.25 ആയിട്ടുണ്ടാവും. OB എത്രയായിട്ടുണ്ടാവും? 5.25 തന്നെയായിട്ടുണ്ടാവും അല്ലേ, പകുതി ആയിട്ടുണ്ടാവും. ഇപ്പോൾ രണ്ടും പകുതിയായിട്ട് നമുക്കിപ്പോൾ എന്ത് കിട്ടി? 5.25. ഇനി ഇത് നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ഈ അടിയത്തെ സൈഡായിട്ട് എടുക്കാം. ഇനി മുകളിലേക്ക് നമുക്ക് എത്ര വേണം? 3.25 വേണം അല്ലേ. അത് നമുക്ക് എങ്ങനെ കിട്ടും? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ 5.25ന്ന് ഒരു 2 മൈനസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 5.25ന്ന് 2 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഞാൻ 5.25ന്ന് 2 മൈനസ് ചെയ്താൽ അത് കാണാണ്ട് തന്നെ പറയാം അല്ലേ. നമുക്ക് 5ന്ന് 2 മൈനസ് ചെയ്താൽ 3 ആണെന്നറിയാം. പിന്നെ ഈ 2.25 അവിടെ തന്നെ ഉണ്ടാവും. ഇനി ഡൗട്ടുള്ളവർക്ക് 5.25ന്ന് 2 ഇതുപോലെ മൈനസ് ചെയ്ത് നോക്കാം. ഇത് 2 ആണേ, 2 ഇതുപോലെ മൈനസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ 5 തന്നെ വരും, ഇവിടെ 2 വരും, പിന്നെ 5ന്ന് 2 പോയാൽ 3, കണ്ടോ. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ ചെയ്താൽ മതി. ഇപ്പോൾ ഈ ലെങ്ത്ത് 5.25 ആയിരിക്കും അല്ലേ. ഇവിടെ നിന്ന് ഇവിടം വരെ എന്തായിരിക്കും? അതായത് O തൊട്ട് B വരെ 5.25 ആയിരിക്കും. ഞാൻ അതിൻ്റെ ഈ അറ്റത്തിൽ നിന്ന് ഒരു 2 സെൻറ്റിമീറ്റർ ഇങ്ങനെ എടുക്കുക, ഇവിടെ നിന്ന് കേട്ടോ, Bന്ന് ബാക്കിലേക്ക്. ഇവിടെ നിങ്ങളുടെ 2 സെൻറ്റിമീറ്റർ നിങ്ങൾ എടുത്തിട്ടൊന്ന് വെറുതെ ഒരു പോയിൻ്റ് അവിടെ ഇടുക. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു 2 സെൻറ്റിമീറ്റർ ഞാനിങ്ങനെ, ഇത് ടോട്ടൽ ലെങ്ത്താണ്, ഇത് മാറിപ്പോരുത്. ഇത് ABയുടെ ലെങ്ത്താണ് ഈ 10.5. പിന്നെ നമുക്കിപ്പോൾ 2 കഷ്ണമായി കിട്ടിയപ്പോൾ O തൊട്ട് B വരെയാണ് 5.25. ഇപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ 5.25ന്ന് ഈ B എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബാക്കിലേക്ക് ഒരു 2 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തെടുത്തു. കാരണം ഇത് അവിടെ നിന്ന് അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത്ത് എത്രയായിരിക്കും? ഈ ലെങ്ത്ത് ഈ O തൊട്ട് ഇപ്പം ഞാൻ ഈ പോയിന്റ് മാർക്ക് ചെയ്തില്ലേ, അവിടെ വരെയുള്ള ലെങ്ത്ത് എത്രയായിരിക്കും? 3.25 ആയിരിക്കും അല്ലേ. അതായത് ഇതാ ഈ O തൊട്ട്
ഈ പോയിൻറ്റ് ഞാനിപ്പോൾ 2 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി ഈ പോയിൻറ്റ് വരെയുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ഇപ്പോൾ എൻ്റെ കോമ്പസിലിരിക്കുന്നത് എത്രയാണ്? 3.25 ആണ്. ഓക്കെ, അപ്പോൾ ഈ 3.25നെ ഞാൻ ഈ ഓന്ന് മുകളിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നോക്കിയേ, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത്ത് എനിക്ക് 3.25 കിട്ടില്ലേ? ഇല്ലേ? അപ്പോൾ ഇത് 3.25 കിട്ടി. ഇനി ഇത് തന്നെ നമുക്ക് ഇങ്ങോട്ടും കൊടുത്തൂടെ? ഇവിടെ നിന്ന് മുകളിലേക്ക് 3.25 കൊടുക്കുക. സോറി, ഇവിടെ നിന്നല്ല, 5 നമ്മൾ ഇത് ഇവിടേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും നമ്മുടെ ഇതിൻ്റെ ബേസ് 5.25 അല്ലേ? അപ്പോൾ ഈ ബി എന്ന് പറയുന്ന പോയിൻ്റ് എന്ന് വേണം കൊടുക്കാൻ കേട്ടോ. ബി എന്ന് പറയുന്ന പോയിൻറ്റിൽ നിന്ന് നമ്മൾ 5.25 വരയ്ക്കാം. ഇവിടെ നിന്നല്ല, സോറി എനിക്ക് തെറ്റിപ്പോയതാണ്, ബി എന്ന്. കാരണം നമ്മൾ ബേസ് എത്രയാണ്? 5.25. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങോട്ട് കൊടുത്തത് എന്താണ്? ഈ ലെങ്ത്ത് എടുത്തു കൊടുക്കാൻ കാരണം എന്താണ്? നമ്മൾ ഈ 5.25 ഈ 2 സെൻറ്റിമീറ്റർ കുറച്ച് ബാക്കിയുള്ള ലെങ്ത്ത് നമ്മൾ കോമ്പസിലെടുത്തിട്ട് നമ്മളിതിൻ്റെ ഈ സൈഡ്, ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡാണ് കൊടുത്തത്. അതുപോലെ ഇവിടെ നിന്ന് 3.25 തന്നെ, ഈ 3.25 തന്നെ ഇവിടേക്ക് ബിന്ന് ഇങ്ങോട്ട് എടുത്ത് കൊടുക്കുക. ഇനി ഈ 2 പോയിൻറ്റുകൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ലെങ്ത്ത് അല്ലേ 5.25 ആണ് നമുക്ക് എന്ത് വേണ്ടത്? ഇങ്ങോട്ട് വരേണ്ടത്, ഇങ്ങോട്ട്. അപ്പോൾ അതവിടേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഇവിടെയാണ് പോയിൻ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി? ഇതൊക്കെ കൂടെ യോജിപ്പിക്കാം. ഈ 2 പോയിൻറ്റ്സ് യോജിപ്പിക്കുക, താഴത്തേക്ക് ഇതും ബിയും തമ്മിൽ യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 5.25, ഇവിടെ 3.25. നോക്കിയേ, നമ്മൾ ഉദ്ദേശിച്ച റെക്റ്റാങ്കിൾ ആയില്ലേ? ഇതാണ് നമ്മുടെ റെക്റ്റാങ്കിൾ വിത്ത് സൈഡ്സ് 5.25ഉം 3.25ഉം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കാനൊന്നേ ഉള്ളൂ. ആദ്യം നമ്മൾ നേരത്തെ പ്രോബ്ലങ്ങളിലൊക്കെ ചെയ്ത പോലെ AB വരയ്ക്കുന്നു. അത് നമ്മൾക്ക് ആവശ്യമുള്ള ലെങ്ത്ത് 5.25 ആണ്. പക്ഷെ അത് നമുക്ക് എടുക്കാൻ പറ്റാത്ത കാരണം നമ്മൾ അതിൻ്റെ ഡബിൾ എടുത്തിട്ട് ലൈൻ വരച്ച് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? OB അതുപോലെ OA 5.25 കിട്ടി. നമുക്ക് ഒന്നെങ്കിൽ ഈ സൈഡിൽ വരയ്ക്കാം, അല്ലെങ്കിൽ ഈ സൈഡിൽ വരയ്ക്കാം. അപ്പോൾ ഞാൻ ഈ സൈഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസ് 5.25 കിട്ടി. ഇനി ഇതിൽ നമുക്ക് മുകളിലേക്ക് വരയ്ക്കേണ്ട ലെങ്ത്ത് എത്രയാണ്? 3.25 ആണ്. അപ്പോൾ ഒരു ഐഡിയ ചെയ്താൽ മതി. ഈ 5.25 ഒരു 2 സെൻറ്റിമീറ്റർ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 3.25 കിട്ടും. അപ്പോൾ ഈ അറ്റത്തിൽ നിന്ന് ഞാനൊരു 2 സെൻറ്റിമീറ്റർ അങ്ങോട്ട് കളഞ്ഞിട്ട് ഇവിടെ ഒരു കുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ തൊട്ട് ഈ കുത്തിട്ട പോയിൻ്റ് വരെയുള്ള ലെങ്ത്ത് എത്ര കിട്ടിയിട്ടുണ്ടാവും? 3.25. അത് ഞാൻ കോമ്പസിലെടുത്തിട്ട് ഈ മുകളിലേക്കും കൊടുത്തു. ഇനി ഇതേ ലെങ്ത്ത് തന്നെ ഞാൻ ഇവിടെ നിന്ന് 5.25 ഇവിടെ നിന്ന് കുത്തിയിട്ട് ഇങ്ങോട്ട് ആർക്ക് വരച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എല്ലാ പോയിൻറ്റും യോജിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനൊരു റെക്റ്റാങ്കിൾ കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു പോയിൻറ്റ്, ഈ 3.25 ഇവിടെ നിന്ന് നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നതാണ്. അതായത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഈ 5.25 ഞാൻ എന്തേ ചെയ്തുള്ളൂ? 2 സെൻറ്റിമീറ്ററിനെ കളഞ്ഞു. ഇവിടെ വരെ 2 സെൻറ്റിമീറ്റർ, അത്രയും ഡിസ്റ്റൻസ് നമ്മൾ നോക്കണ്ട കോമ്പസിൽ. ബാക്കി ഈ തൊട്ട് ഈ കുത്തിട്ട പോയിൻ്റ് വരെ എത്രയായിരിക്കും? 3.25 ആയിരിക്കും. അതാണ് നമ്മൾ കോമ്പസിൽ മെഷർ ചെയ്തിട്ട് 3.25ന് ഇവിടേക്കും എടുക്കുന്നത്. ഓക്കെ, അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. ഇത് വരയ്ക്കാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എവിടെയെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ചിട്ട് വീണ്ടും വരച്ച് നോക്കാം. ഓക്കെ.